ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഹീറോ എക്സ്ട്രീം 125 ആറാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ 2 ദിവസമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ ഇത് ഓടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു മൈൻഡും ഇല്ലാത്തതായിട്ട് അപ്പോൾ ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ നമ്മൾ ഈ വണ്ടി അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ ഓടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഒരു റിവ്യൂ ചെയ്യണേ. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയിട്ട് എവിടെയും വണ്ടി ഒതുക്കിയിട്ട് പറയാം. സോ ബേസിക്കലി ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 125cc നിങ്ങൾക്ക് കുറച്ച് മോഡേൺ ലുക്സ് ഉള്ളൊരു ബൈക്ക് വേണം. അതേപോലെ തന്നെ മോശമില്ലാത്തൊരു പെർഫോമൻസ്, അതായത് 125cc എന്ന രീതിയിൽ മോശമില്ലാത്തൊരു പെർഫോമൻസ് വേണം. ഒരു ഡീസൻറ്റ് രീതിയിലൊക്കെ ടൂർ ചെയ്യാൻ പറ്റണം, കംഫർട്ടബിൾ ആയിരിക്കണം. അതേപോലെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കയ്യിലൊതുങ്ങണം. അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. ബേസിക്കലി സംഭവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 80 ഒക്കെ ഇതിനകത്ത് പിടിച്ച് ക്രൂസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ റിഫൈൻമെൻറ്റും ഒക്കെ ആണെങ്കിൽ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല റിഫൈൻഡാണ്, നല്ല രീതിക്ക് തന്നെ റിഫൈൻഡായിട്ട് ആണെന്നാണ് പറയാനായിട്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര അരോചകമായിട്ടുള്ള രീതിയിലുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും എവിടെയും തോന്നിയില്ല. ആൻഡ് ഇതിൻ്റെ ഗിയർ ബോക്സ് പറയുകയാണെങ്കിൽ കുറച്ച് ഹാർഡറായിട്ടുള്ള ഗിയർ ബോക്സാണ്. അതാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ ആകെ പിടിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്. കുറച്ച് ഹാർഡറായിട്ടുള്ള ഗിയർ ബോക്സാണ്. ഇനി ഇതിൻ്റെ ലുക്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ അത് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് പറയാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഐ തിങ്ക്. മെയിൻ റോഡാണ്, അതാണ് ഒരു പ്രശ്നം. നമുക്കത് ഇവിടെ ഒതുക്കിയിട്ട് പറയാം. യെസ്. സോ ഇൻഡിക്കേറ്റർ അവിടെ കത്തി കിടക്കട്ടെ. സോ ഇതാണ് വണ്ടിയുടെ ഏകദേശം ലുക്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു പാസ് ലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതടിക്കുന്നത് നേരെ താഴേക്കാണ്. സോ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ റോഡിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ഇതിൻ്റെ ലുക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കൊരു 125 R എന്നുള്ളൊരു ഗ്രാഫിക്സൊക്കെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈൽ പറയുമ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് ലുക്ക്. അത്യാവശ്യം കൊള്ളാമെന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയത്. ഇവിടെ ഇട്ട് നല്ലൊരു സോളിഡായിട്ടൊരു ടയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇട്ടൊരു കവർ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിൽ കാണുന്നത്. ഒരു കവർ, ആ ചെളി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം അത്യാവശ്യം കൊള്ളാം. കാഴ്ചയിലൊരു ചെറിയൊരു അപാകത എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഒരു ഭാഗമാണ് വരുന്നത്. സോ ഓടിക്കുമ്പോഴും ചെളി അങ്ങനെ അധികം തെറിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഭാഗമൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. ഞാൻ ഇനി മീറ്റേഴ്സിലേക്ക് വരുമ്പോൾ എക്സ്ട്രീം ഒരു മോഡലിൽ തന്നെയുള്ള സെയിം മീറ്റേഴ്സ് തന്നെയാണ്. ഡേ ലൈറ്റിൽ കുഴപ്പമില്ല, വെയിലൊക്കെ അടിക്കുമ്പോൾ കുറച്ച് വിസിബിലിറ്റി കുറവ് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതാണ് സ്വിച്ചസ്. നമ്മുടെ എക്സ്പൾസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ സെയിം സ്വിച്ച് ഗിയേഴ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയാണ്. ഇവിടെയാണ് ഹസാർഡ് ലാമ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പാസ് സ്വിച്ച് വരുന്നുണ്ട്. പാസ് സ്വിച്ച് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തതിന് നന്നായിരുന്നു തോന്നി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വരൽ സെപ്പറേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു ഫീൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പൊതുവെ ഇപ്പോൾ ഉള്ള എല്ലാ ബ്രാൻഡുകളോടും പറയാനുള്ളത്, ഒരുവിധം പേര് ഈ ഒരു ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റി പഴയ ടൈപ്പ് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ നോബ് കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ഇന്നലെ ഞാൻ ഓടിക്കുമ്പോൾ മഴയായിരുന്നു വണ്ടി കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ വിരൽ ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മഴയത്ത് ഓടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. ബാക്കി സ്വിച്ച് ഗിയേഴ്സിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് സ്വിച്ച് ഗിയേഴ്സിൽ കാണാം. അതേപോലെ തന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷും അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ ഒരു വണ്ടിയിൽ കാണാനുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കം ടു സീറ്റ്, സൂപ്പർബിലി സോഫ്റ്റർ ആയിട്ടുള്ളൊരു സീറ്റാണ് ഇത്. കണ്ട, ഞാൻ വലിയ പ്രഷറൊന്നും കൊടുക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് വളരെയധികം പോകുമ്പോൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ഈ ഒരു സോഫ്റ്റ് ആകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്, അതുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ പ്രശ്നമില്ല. അതേപോലെ തന്നെ സസ്പെൻഷൻ നല്ല സോഫ്റ്റാണ്. സോ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഇരിപ്പിൻ്റെ ഭാഗത്ത് തോന്നിയത്. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല അസൽ പ്ലാനറ്റ് ഫൂട്ടാണ്. എൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 5.8 5.9 ഇടയിലായിട്ടാണ്. എനിക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇനിയിപ്പോൾ 5.5 ഓർ ബിലോ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസില്ല. എൻ്റെ അത് മുട്ട് മടങ്ങിയായിരിക്കുന്നത്. സോ ഏകദേശം ഒരു 800 mm താഴെയായിട്ടാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ബേസിക്കലി പൊക്കം കുറഞ്ഞവർക്കും പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഇല്ല. അതിൽ വെയിറ്റൊക്കെ വരുന്നത് ഏകദേശം 180 kg 130+ kg ആണ്. ഒരു 135 134 ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്.
ഇതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്താണെങ്കിൽ വെയിറ്റ് ഒന്നും നമുക്ക് ഹാൻഡിൽ ബാർസിൽ കിട്ടുന്നില്ല. ഇതാണ് ഇതിൻ്റെ ആ ഒരു ലുക്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വണ്ടി എടുക്കാം. നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പം അതിന് മുന്നേ ദിസ് ഹൗ ഇറ്റ് സൗണ്ട്സ്. എനിക്ക് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലോണം വലിക്കുക ആ ഒരു സൗണ്ട് കാര്യങ്ങൾ തോന്നി. ഇതിനകത്ത് എനിക്കൊരു സുഖമില്ലാതെ തോന്നിയത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഐ ആം നോട്ട് ദാറ്റ് മച്ച് ഹാപ്പി വിത്ത് ദാറ്റ്. കുറച്ച് ഹാർഡറാണ്. അതായത് എൻജിൻ ഒരു വശം ഗിയർ ബോക്സ് ഒരു വശം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ പൊതുവേ നമുക്കത് രണ്ട് സിങ്ക് ചെയ്ത് തന്നെ. ഓക്കെ, എനിക്ക് ഇതിനകത്ത് വരുമ്പോൾ തോന്നിയത് എൻജിൻ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. വളരെയധികം റിഫൈൻമെൻറ്റ് ഈ ഒരു എൻജിൻ അവർ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഐ റിയലി ലൈക്ക് ദാറ്റ്. പക്ഷേ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗിയർ ബോക്സ് കുറച്ച് ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ഹാർഡായിട്ടുള്ള ഗിയർ ബോക്സ്. സോ നമ്മൾ ആ ഒരു റിഫൈൻമെൻറ്റിനൊക്കെ അനുസരിച്ച് നല്ല രീതിക്കൊന്ന് ഗിയർ ഡൗൺ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല. ഇടയ്ക്കൊന്നും നടക്കില്ല, ഇടയ്ക്കൊക്കെ നടക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ പലവട്ടം ഞാൻ റവ് മാച്ച് ചെയ്യാനൊക്കെ നോക്കിയിട്ട് റവ് മാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ആവണ്ടേ നല്ല ഹാർഡായിട്ട് നിൽക്കണ്ടാവും ചില നേരത്തൊക്കെ. പിന്നെ കുറേയൊക്കെ ഇതിൻ്റെ ചെയിൻ്റെയും കൂടി ഉണ്ട്. ലൈക്ക് ഇതിൻ്റെ ചെയിൻ ഇത്തിരി ടൈറ്റ് ചെയ്യാറായിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളൂ, അതൊരു ഇഷ്യൂ സോൾവ് ചെയ്യാമെന്നുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റിഫ്നെസ് ആ ഒരു എൻജിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് തന്നെയാണ് പറയാനായിട്ട്. ആൻഡ് അതർവൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ടു റൈഡ്, ഭയങ്കര നിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. ഇതിൻ്റെ ടയർ പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 90 സെഗ്മെൻറ്റും ബാക്കിൽ വരുന്നത് 120 സെഗ്മെൻറ്റുമാണ് നമുക്ക് വരുന്നത്. സോ ബേസിക്കായിട്ടൊരു സിറ്റി യൂസ്, അതേപോലെ തന്നെ നമ്മുടെ ഒരു ലോക്കൽ യൂസ്, ഒരു അർബൻ യൂസിനൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിങ് നടത്താൻ പറ്റും. ഞാൻ ഒരിക്കലും ഇതിനെ ഒരു ഹെവി ടൂറിങ് മെഷീനായിട്ടോ ഭയങ്കര കോർണറിങ് സ്റ്റെബിലിറ്റി ഉള്ളൊരു ബൈക്കായിട്ടൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ കൊടുക്കുന്ന എമൗണ്ടിനുള്ളൊരു സംഭവമുണ്ട്. ഏകദേശം 1 lakh ഏരിയയിലായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. 1 lakh 1,10,000 ആ ഒരു റേഞ്ചിലായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എലമെൻറ്റ് വരുന്നത്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി വളരെ നല്ല രീതിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നല്ല രസമായിട്ട് തന്നെ ഓടിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. സോ ഈസി ടു യൂസ്. ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ നമ്മുടെ ക്ലച്ച് ലെവറും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അത് ഇത്തിരി ഹാർഡാണ്. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു റേഞ്ചിലാണ് ആ ഒരു ക്ലച്ച് ലെവേഴ്സൊക്കെ വന്നേക്കണേ. ആൻഡ് ബ്രേക്കിങ്ങും ഒക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ആൻഡ് സിംഗിൾ ചാനൽ ABS ആണ്. ഇവിടെ ഈ ഒരു വണ്ടി നിർത്താനുള്ള സാധ്യതയുണ്ട്. യെസ്, ഓക്കെ. ഇനി മിറേഴ്സിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു മിറേഴ്സാണ്. ഓഫ് കോഴ്സ് കൈ നമ്മുടെ വന്ന് കവറാവുന്നുണ്ട്. ഈ ഒരു ഇത്രയും ഭാഗം നമ്മളുടെ കവറാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ മേജർ ആ ഒരു വലിപ്പമുള്ള ഭാഗത്ത് മുഴുവനും നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും ഭാഗം നമുക്ക് കവറാവുന്നുണ്ട്. ഈ ഒരു പോർഷൻ എനിക്ക് 2 മിററിലും കവറാവുന്നുണ്ട്. അതൊഴിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി എനിക്ക് ഈ ഒരു മിറേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടെന്നുള്ളതാണ്. ഞാനിത് ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് വണ്ടി കുറേ കൂടി പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ഇപ്പോഴും ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് അങ്ങോട്ട് വീഴാനുണ്ടായിരുന്നില്ല. വഴിയൊക്കെ പൊളിച്ചിട്ടൊക്കെയാണെന്ന് തോന്നണം. സുഭാഷ് വഴി പൊളിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി തിരിക്കാം. എന്നിട്ട് കുറച്ചങ്ങോട്ട് കയറ്റിയിട്ട് നിർത്താം, അതായിരിക്കും നല്ലത്. നമ്മുടെ മാവറിക്കിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ അവിടെ നിന്നാണ് ചെയ്തത്. ലൈറ്റ് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ
നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലത്തെ ഒരു ലുക്ക്. അത്യാവശ്യം ഡീസൻറ്റ് ലുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റെസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാനിതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു, അത്യാവശ്യം സോഫ്റ്റാണെന്ന്. അതെന്തോരം സോഫ്റ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനായിട്ട് ചുമ്മാ ഒന്ന് ആക്കുമ്പോൾ തന്നെ അത്യാവശ്യം വണ്ടി നീങ്ങുന്നതാണ്ട. ഞാനൊരൊറ്റ കൈ കൊണ്ടാണ് ഈ ഇളക്കുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സസ്പെൻഷനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ സീറ്റ്സും നല്ല രീതിക്ക് സോഫ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ് സൈഡ് സസ്പെൻഷൻ ആൻഡ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫ്ലിംസി ആയിട്ട് ഒന്നും തന്നെ എനിക്ക് തോന്നണില്ല. അതേപോലെ തന്നെ ഈ ഒരു മിറേഴ്സും അത്യാവശ്യം നല്ല സോളിഡാണ്. കുറച്ച് ബലം കൊടുത്ത് നമ്മളൊന്ന് തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ കിക്കർ കാര്യങ്ങൾ വരുന്നുണ്ട്, ജസ്റ്റ് ലൈക്ക് നോർമൽ 125cc. ഞാൻ ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് കാര്യങ്ങൾ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ എനിക്ക് വൈബ്രേഷൻ വളരെ കുറവായിട്ടാണ് തോന്നിയത്. മെയിൻ റോഡ് കയറിയിട്ട് ഓപ്പൺ റോഡ് കിട്ടുകയാണെങ്കിൽ വലിച്ചെടുത്ത് കാണിച്ചു തരാം. ടൂ വീലേഴ്സ് വരുന്നുള്ളൂ. മിറേഴ്സ് തിരിച്ചപ്പോൾ വല്ല വഴിക്ക് പോയി. ഫോർത്ത് ഇയറിൽ ഏകദേശം ഒരു 60-65 വരെ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 60ലേക്ക് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു 50-55 ഒക്കെ ആകുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യണമെന്നല്ല. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെട്ടൊക്കെയാണ് കയറുന്നത്. അതേപോലെ തന്നെ 5th ഇയറിലും ഒക്കെ ആണെങ്കിലും ഒരു 60-70 നമുക്ക് ഡീസൻ്റായിട്ട് ക്രൂസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്രൂസ് ചെയ്യാം. ഒരിക്കലും ഭയങ്കര ക്വിക്കായിട്ട് കയറുന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് തന്നെയാണ് നിന്നത്. കുറച്ച് സ്ലോവറായിട്ടാണ് വണ്ടി കയറുന്നത്. അതായത് ഒരു 125cc നമുക്ക് ഒരുപാട് പവറൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70 നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രേക്സ് എനിക്ക് തോന്നുന്നത് ഒരു 150cc ഒരു അതായത് നോർമൽ എക്സ്ട്രീമിൻ്റെ ബ്രേക്സ് തന്നെ ഇതിനകത്ത് വെച്ചേക്കണമെന്ന് തോന്നാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഹെവി ബൈറ്റാണ് ഇതിൻ്റെ ബ്രേക്സ് പറയുകയാണെങ്കിൽ. ആ ഒരു 120 ആ ഒരു 60 ഓടിക്കാനായിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു 5th ഗിയറിൽ 50ക്ക് അടിയിലേക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ആ ഒരു നോക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു കയറ്റം കയറിയ ടൈമിലായിരുന്നു അധികവും. അല്ലാത്ത സമയത്തും അത്രയ്ക്കില്ലെങ്കിൽ പോലും എനിക്കൊരു മിനിമലായിട്ടൊരു ചെറിയ നോക്ക് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സോ ഇതിനകത്ത് അധികവും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലോക്കൽ റീജിയനിലൊക്കെ പോകുകയാണെങ്കിൽ 4th ഗിയർ ഇസ് ഇനഫ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്പൺ റോഡ് ഉണ്ട്. ഇതേപോലത്തെ ഒരു റോഡൊക്കെ കിട്ടുകയാണെങ്കിൽ 5th ഗിയറിലിട്ട് ഓടിച്ചാൽ മതിയാവും. ആൻഡ് നമുക്ക് ഈ ഒരു മീറ്ററിലേക്ക് കൂടി വാക്ക് ത്രൂ ചെയ്യണമെങ്കിൽ ഈ ടൈം വാക്ക് ത്രൂ ചെയ്യാൻ പറ്റിയ ടൈമല്ലെന്നറിയാം. എന്നാലും അധികം കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഈ ഒരു ഓഡോമീറ്റർ വരുന്നുണ്ട് ട്രിപ്പ് A ട്രിപ്പ് B. ആൻഡ് ഒന്നുകൂടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ മീറ്റർ വരുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അധികം മാറാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ വരുന്ന സെറ്റ് ബട്ടണാണ്. പിന്നെ ബാക്കിയൊക്കെ ബേസിക് ഇൻഫോസ് തന്നെയാണ്. നമുക്കൊരു ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു ടൈം വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഒരു ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു മീറ്ററിലുള്ള
ഒരുപാട് ഇൻഫോസൊന്നും നമുക്ക് വരുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു ലൈവ് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഒരു മീറ്റർ ഉണ്ടെന്നുള്ളതാണ് ഒരു എക്സ്ട്രാ തിങ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു ബേസിക്സ് ഇത് നോക്കുകയാണെങ്കിൽ ബാക്കി സെയിം തിങ്. നമുക്ക് പിന്നെ സ്റ്റാൻഡിൻ്റെ ആ ഒരു കട്ട് ഓഫ് കാര്യങ്ങളുണ്ട്. ബാക്കി അതേപോലെയൊക്കെ തന്നെ ഇപ്പോൾ എല്ലാത്തിലും കോമൺ ആയി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളത്. സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഏകദേശം ആ ഒരു 110 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. എക്സാക്ട് ഫിഗേഴ്സ് ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആലുവയിലുള്ള മെഗാ മോട്ടോഴ്സാണ്. അവിടെ നിന്നാണ് നമുക്കപ്പോൾ ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അവിടെ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് മസ്റ്റായിട്ട് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഈ വണ്ടിയൊന്നുമല്ല, ഏതൊരു വണ്ടിയാണെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. കാരണം പിന്നീട് അതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ലല്ലോ. സോ ടെസ്റ്റ് ഡ്രൈവ് മസ്റ്റായിട്ടും ചെയ്യുക. അപ്പോൾ ഈ വണ്ടി അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതേപോലെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ ഓണർഷിപ്പ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതിനൊക്കെ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നമ്പേഴ്സ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു ഫോളോ. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതേപോലെ ഡയറക്റ്റ് ചോദിക്കണമെന്നാണെങ്കിൽ അതിനകത്ത് മെസ്സേജ് ഇട്ടാലും മതി. അതിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ. ഐ ആം ജെ ആൻഡ് ഐ വിൽ ക്യാച്ച് യു ഇൻ നെക്സ്റ്റ് വൺ. ബൈ ബൈ.